നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 13 ജൂൺ 2025. ഇപ്പോൾ രാത്രി 3:15 കേട്ടോ. ഞാൻ 1:30 മണിക്ക് അടിക്കലല്ല സാധാരണ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു സലാം. എൻ്റെ പ്രധാനമന്ത്രിക്കും എല്ലാ നേതാക്കൾക്കും. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത്, ലോകരാജ്യത്ത് ഒരുത്തിയിലും കിട്ടാത്ത, ഒരാളെ കൊണ്ട് സാധിക്കാത്ത ഒരു മരുന്ന് സംവിധാനമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് 10 ദിവസം എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. 10 ദിവസം കൊണ്ട് പരിപൂർണമായിട്ട്, അതിൽ 1 മണിക്കൂർ കൊണ്ട് കഴിയുന്ന, 2 മണിക്കൂർ നേരം കൊണ്ട് കഴിയുന്ന നിങ്ങളുടെ കൈയിൻ്റെ എല്ല്, കാലിൻ്റെ എല്ലൊക്കെ പൊട്ടിയാൽ നന്നാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പാരമ്പര്യ പച്ചമരുന്നാണ്. പാരമ്പര്യ പച്ചമരുന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉത്ഭവം പോലെ തന്നെ മരുന്നിനും അതുപോലെയുള്ള തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളതിൽ പറയണം. അത് നിങ്ങളുടെയും എൻ്റെയും കാര്യത്തിനാണ്. നിങ്ങളുടെ കാര്യം ഉണ്ടായില്ലേ. കാരണം നിങ്ങൾ വിവരമുണ്ടെന്ന് കരുതിയാൽ പോരാ. സ്കൂളിൽ പഠിച്ച ഒരാൾക്കും വിവരമില്ല. വലിയ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾക്ക് വിവരമില്ല. അത് നിങ്ങൾക്ക് ഈ കമൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. കാരണം നമ്മൾ വലിയ കാര്യങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, ലോകരാജ്യത്ത് ഒരുത്തിയിലും ഇല്ലാത്തൊരു സംവിധാനം കൊടുന്ന ഒരാളാണ് ഞാൻ. പണ്ടും ഞാൻ എൻ്റെ ജോലികളൊക്കെ അങ്ങനെ, നാട്ടിലില്ലാത്തൊരു സംവിധാനം, എൻ്റെ ജോലികളൊക്കെ അങ്ങനെ വരിക. മുൻകാലങ്ങളിലും എൻ്റെ ചരിത്രം മുതൽ നോക്കിയാൽ ഇവിടെ ഒന്നും കിട്ടാത്തൊരു സാധനമായിരിക്കും ഞാൻ കൊണ്ടുവരിക. അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഇപ്പം ഞാൻ ജനിച്ച സമയത്ത് ഞാൻ എൻ്റെ വല്യമ്മയുടെ കോന്തല പിടിച്ചിട്ടിങ്ങനെ നടക്കും. ആ നടക്കുന്ന സമയത്ത് അന്ന് 2 വയസ്സായുള്ളൊരു കുട്ടിയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നെല്ലുത്ത് മില്ല് ചെന്ന് നോക്കുമ്പോൾ നെല്ല് കുത്തണ മില്ല് പൂട്ടിക്കിടക്കുക. അപ്പോൾ എന്താ സാധനം എന്ന് ചോദിച്ചപ്പോൾ 15 യൂണിറ്റ് കറണ്ട് ഒരു മാസത്തെ കോട്ട കഴിഞ്ഞു, ഇനി കിട്ടാൻ നിവൃത്തില്ല, ഇനി അടുത്ത മാസം ഇങ്ങനെ വരും. ഇതാണ് പോർട്ടൽ. ഇന്ന് നിങ്ങൾ ഒരു വീട് ഒന്ന് അന്വേഷിച്ച് നോക്കൂ, എത്ര യൂണിറ്റ് കറണ്ടാണ് ഉപയോഗിക്കണം. അവിടേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാർത്ത നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം സമാധാനം പറയേണ്ടത് പടച്ച റബ്ബിനോടാണ്, എന്നോടല്ല. കാരണം ഈ ബുദ്ധി ഫുള്ളായിട്ട്, ഇത് പലതരം ബുദ്ധികൾ പടച്ച റബ്ബ് ഓരോരുത്തരുടെ തലച്ചോറ് കൊടുക്കുക, മനസ്സിലായില്ലേ. അവിടേക്ക് മന്ത്രം കൊണ്ട് തന്ത്രമുണ്ടാക്കലായിരുന്നു ആദ്യത്തെ പണി. എനിക്കത്ര കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ. വിദ്യാഭ്യാസമൊന്നും നിങ്ങൾ കണക്കൂടണ്ട. പക്ഷേ ഐഡിയ എൻ്റെ മുന്നിൽ നിന്ന് ലോകത്ത് ഒരാളെ കൊണ്ട് എന്നെ തലപ്പറ്റിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഞാൻ ആ കൊടുന്നു വെച്ച ആശയം, എൻ്റെ മുന്നിലിരുന്ന് എൻ്റെ ചങ്ങാതിമാർ കിഡ്നിയുടെ കേടായിട്ട് മരിക്കുന്നു, ഉറക്കക്കേടായിട്ട് മരിക്കുന്നു, ശരീരത്തിൽ മുറിണ്ടായിട്ട് പഠിക്കുന്നു. അങ്ങനെ ആ കാഴ്ചപ്പാട് വന്നിട്ടാണ് ഞാൻ എൻ്റെ വല്യപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പല്ല, എൻ്റെ ഉമ്മാൻ്റെ വല്യപ്പല്ല, ഉമ്മാൻ്റെ വല്യപ്പ. അപ്പോൾ എത്ര തലമുറ മറിഞ്ഞെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അവർ 5 തവണ നടന്ന് പോയിട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള അന്നത്തെ വരുമാനം കൃഷിയാണ്, അല്ലാണ്ട് മറ്റുള്ള വരുമാനമല്ല. അപ്പം അങ്ങനെയുള്ള ആളുകളാണ്. നമ്മളെ കൊണ്ട് 2 കിലോമീറ്റർ നടക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ റസൂലിൻ്റെ പാരമ്പര്യത്തിൽ എത്തിപ്പെട്ടു. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലോകത്ത് ഒരുത്തിയിലും ഇല്ലാത്ത മരുന്ന് നമ്മുടെ നാട്ടിലെ എത്രയോ അനേകം ആളുകൾ മരുന്നില്ല എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിക്കാനും അതിൻ്റെ പിന്നിലും മക്കളെ നടക്കരുത്. നിങ്ങളുടെ കുട്ടികൾ, ഇവിടെ ജനിച്ച കുട്ടികൾക്ക് അവർ ജോലിക്ക് എവിടെ പോകും? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ എന്താ? എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയില്ല? ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂലേ? എൻ്റെ ബുദ്ധി മാറ്റി നടത്തിയാൽ ഈ നാട് നന്നാവില്ലേ? എന്തിനാണ് നിങ്ങൾ ഈ അക്രമമൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. നുണ പറയുന്ന ഒരാൾക്ക് നിങ്ങൾ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. ആര് തന്നെയാണെങ്കിലും ശരി, നുണ പറയുന്നവർ 52% വിജയം നിങ്ങൾ കാണുന്ന ഏതൊരു സാധനം നോക്കാം. ഫസ്റ്റിൽ നിങ്ങൾ കേൾക്കുന്ന ഏത് കാര്യമാണെങ്കിലും
അതിന് നിങ്ങളെ വിശ്വസിക്കണം അനുകൂലിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാനിത് 1970 മുതൽ തുടങ്ങിയതാണ്. എന്നെ പുറത്തേക്ക് വരാനേ ഇവിടുത്തെ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. ഈ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ളവർ തന്നെ, മനസ്സിലായില്ലേ? അത് നിങ്ങളൊന്ന് തിരിച്ചറിയണം. തിരിച്ചറിയാമെന്ന് മാത്രമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൻ്റെ വഴിയിലേക്ക് നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് നാശം പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ കുട്ടികൾ, ആ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കണോ, ജോലി വേണോ? നിങ്ങൾ പറയും സർക്കാർ ജോലി ആവശ്യമില്ല, ജീവിക്കണ്ടേ? നിങ്ങൾ പറയും നമുക്ക് ഭക്ഷണം എന്തെടുത്തിട്ടാണ് കഴിക്കുക, വേണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? നമ്മൾ എന്ത് ചുറ്റുപാടുണ്ടാക്കുക? ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കുക. എന്നെക്കുറിച്ച് അപരാധം പറയുന്നവൻ ആരാണ് എന്നൊന്ന് ചിന്തിക്കുക. അവൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കുക. എന്നിട്ട് യഥാർത്ഥ വഴിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമല്ലേ നാശമാവുന്നത്. അതുകൊണ്ട് എനിക്കെന്താ ലാഭം, നിങ്ങൾക്കെന്താ ലാഭം? അത് രണ്ടും നിങ്ങൾ കിടക്കണം. എനിക്കെന്താണ് ലാഭം, നിങ്ങൾക്കെന്താ ലാഭം? നിങ്ങളുടെ കുട്ടികൾക്ക് കൂടെ ജോലി വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ സ്വയം എന്നെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കേണ്ടി വരും. ഞാൻ BJPയുടെ കൂടെ തന്നെ നിൽക്കും, വേറെ ആരും നിൽക്കില്ല. BJPയുടെ ഏത് നേതാവ് വന്നിട്ടും എന്നോട് ചെറിയൊരു കാര്യം വെറുതെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചാൽ ഞാൻ അവിടെ ഉറച്ചു നിൽക്കും. അത് എൻ്റെ ഒരു നയമാണ്. അത് ആ BJP പേടിച്ചിട്ടാണെന്ന് നിങ്ങൾ പറയരുത്. അതൊന്നുമല്ല അതിൻ്റെ കാര്യം. BJP ചെയ്യുന്നതിൽ ഒട്ടനവധി ശരികളുണ്ട്. എൻ്റെ സ്വന്തം ആളുകൾ എന്നോട് ചെയ്തിട്ടുള്ള മോശത്തരം, അത് ഞാൻ ഈ കണ്ട രീതിയിൽ ഞാനൊരു ഇസ്ലാമായി 8-9 ഹജ്ജ് ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും എൻ്റെ ആളുകളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാത്തവർ ഒരൊറ്റയടിക്ക് 8 ലക്ഷം BJPക്കാർ ഇറങ്ങിയിട്ട് അത് കൈകാര്യം ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 8 ലക്ഷം BJPക്കാർ, മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആരാണോ സഹായം ചെയ്യുന്നത്, ആർക്കാണോ ചെയ്യുന്നത്, എന്താണോ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് നിങ്ങൾ പല ആളുകളും ഉണ്ടാവും, നട്ടെല്ല് മുറിഞ്ഞ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പലതരം ഓപ്പറേഷൻ ചെയ്തിട്ട് വെള്ളം കിട്ടാണ്ട് കിടക്കുന്ന നിരവധി ഉണ്ടാവും. എൻ്റെ അറിവിലുള്ളത് കൊണ്ടാണല്ലോ ഞാനീ പറഞ്ഞത്. അവർ നിങ്ങളിൽ ഒരാളാണ്. അവർ നിങ്ങൾ ചൂഷണം ചെയ്യല്ല ചെയ്യേണ്ടത്. അവർ ചൂഷണം ചെയ്യല്ല വേണ്ട, അവരെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. വെറുതെ ഒരു ജീവശവമായിട്ട് ഈ തല്ലുകൊണ്ട പെരുമ്പാമ്പ് കിടക്കണമാതിരി കടന്നാൽ പോരാ. അവർ ജീവിതത്തിലേക്ക് വന്ന് രണ്ടാം വരി ഞാൻ ചെയ്യുന്നതിനേക്കാണ് വലിയ ജോലി അവരെ കൊണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. വെറും സപ്പോർട്ട് ഉണ്ടായാൽ പോരാ, പലതരം സപ്പോർട്ട് വേണം. കാരണം നാളെ ഈ അപകടം നിങ്ങൾക്കാണ് വരണമെങ്കിലോ, ഈ അപകടം നിങ്ങൾക്കാണ്. എനിക്ക് വന്നുകൊണ്ടാണല്ലോ ഞാൻ പഠിച്ചത്. എനിക്കിങ്ങനൊരു അപകടം മുമ്പ് വന്നത് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. അതിൻ്റെ മുമ്പ് ഞാൻ പഠിച്ചിട്ടില്ല. നമ്മളെ വിദ്യാഭ്യാസം പഠിച്ചവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഈ കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ വിദ്യാഭ്യാസം നമ്മളൊന്ന് വിരൽ ചൂണ്ടുക. ഇസ്ലാമിക വിദ്യാഭ്യാസം സമസ്തയുടെ ഫണ്ട് കളവുമായി ബന്ധപ്പെട്ട് ഒരു മൗലവി ചേകനൂർ കടന്നിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? അത് നിങ്ങൾ ചിന്തിക്കുക. എന്നോട് നിങ്ങൾ ബാധിക്കണ്ട, പഠിച്ച റബ്ബിനോട് നിങ്ങൾ പറയേണ്ടി വരുമല്ലോ. പറയാണ്ട് നിങ്ങൾ വിടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് ഈ പ്രകൃതി വിരുദ്ധം എന്തിനാണ് ചെയ്യുന്നത്? ഇവരോട് മാത്രമല്ല, ഇവരോട് മാത്രമൊന്നുമല്ല, നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ ഉമ്മമാരോട്, മനസ്സിലായില്ലേ? നമ്മൾ മദ്യപിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും അവരെ തെറി പറയുന്നതും മോശമല്ലേ? അല്ലേ? അവർ നമുക്ക് സഹായങ്ങളല്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ അവരെ എന്തിനാണ് നമ്മൾ നോക്കണം? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. എൻ്റെ ഓരോ ഭാഗം കേട്ട് ക്ലിയറായിട്ട് അതിന് ഉത്തരം പറയണം. അത് മറ്റുള്ളവർക്കും കൂടി പാടാവണം. അപ്പോൾ ഞാനൊരാൾ ജോലി ചെയ്താൽ 50 മില്യൺ കോടി ജനങ്ങൾക്കത് അതിൻ്റെ ഗുണം ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ എൻ്റെ പോലെ നിങ്ങളും വരണം, മനസ്സിലായില്ലേ? അതിന് ചില സത്യങ്ങൾ വേണം. നിങ്ങളുടെ സഹായം എനിക്ക് വേണം, എൻ്റെ സഹായം നിങ്ങൾക്കും വേണം. എൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി ഒരാൾക്ക് 500 കോടി രൂപ തരാനൊന്നും എൻ്റെ അടുത്തില്ല, മനസ്സിലായില്ലേ? പിന്നെ എന്തായിരിക്കും സഹായം ഉണ്ടാവുക? നിങ്ങളത് ചിന്തിക്കണം. അതായത് നമ്മളെ ബുദ്ധി കഴിവ് ഉപയോഗിച്ച് പല കാര്യങ്ങളും. നിങ്ങൾ കോടിക്കണക്കിന് രൂപയല്ല വേണ്ടത്. നമ്മുടെ അശോകലയിൽ എൻ്റെ മുതലാളി മരിച്ചിട്ട് 6 മാസം നോട്ട് കെട്ടിൻ്റെ മുകളിൽ 170 കോടി രൂപ അട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് പോകണം. നമ്മുടെ സ്വർണ്ണം കെട്ടി. അതേമാതിരി കുവൈത്തിൽ ഒരു അറബി 7000 കിലോ സ്വർണം പാത്ത് വെച്ചിട്ട് 4 ബെൻസ്ലീസ്, അന്നത്തെ വലിയ കാറ്, 4 വലിയ വിമാനം പാത്ത് വെച്ചിട്ട് അദ്ദേഹം മരിച്ചു കിടന്നിട്ട്
പുഴുത്ത് കിടന്നു നമ്മുടെ ഈ നുണപ്രചരണം. ആലോചിച്ച് നോക്കണം. ഇന്ന് മരിക്കും, ഇന്ന് ഞാൻ മരിക്കുമോ നിങ്ങൾ മരിക്കുമോ എന്ന് നിങ്ങൾക്കറിയില്ല. 10 മിനിറ്റ് നേരം കൊണ്ട് ഇത് മരിച്ചാൽ അത് മണ്ണിൻ്റെ അവകാശമാണ്. നമുക്ക് യാതൊരു സമ്പത്തുമില്ല. നമ്മൾ നമ്മുടെ ഭൂമിനെ കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ചാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് അങ്ങനെ അളന്ന് നോക്കുക. ആ ഒരു ചാണിൽ ഞാൻ പറയുന്നു 100 കോടി കട്ടുറുമ്പ്, സാധാ ഉറുമ്പ്, പാമ്പ്, തേള് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു പ്രാവശ്യം എനിക്കൊരു പാഠം പഠിപ്പിച്ചാണ്. കാരണം ഞാൻ ഒരുപാട് മലായിക്കത്തുകളുടെ അകമ്പടിയോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ എനിക്ക് വലിയ തളറ് പറ്റി. വീട് ഫുള്ളായിട്ട് ആ കറുത്ത ഉറുമ്പാണ് കയറി. എനിക്കൊരു പാഠം പഠിപ്പിച്ചാണ്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ നിൽക്കാനും പാടില്ല. ഞാൻ പഠിച്ചവരോട് ദുആ ചെയ്തിരുന്നു, അല്ലാതെ എവിടെ ചെയ്യാനോ. വൃത്തിയിൽ കസാലിട്ട് ഇരിക്കാൻ പാടില്ല, ചവിട്ടില്ല. ഞാൻ ചവിട്ടിയ ഇരുമ്പിൻ്റെ മേലെ ചവിട്ടിയിട്ട് അരഞ്ഞിട്ട് അവർ ചാവുന്നു. അത് ഒരടിയിൽ എത്ര ലക്ഷക്കണക്കിന് ഉറുമ്പ്. നിങ്ങളത് ചിന്തിക്കണം. അപ്പോൾ എന്നോടെല്ലാവരും ക്ഷമിക്കണം. എൻ്റെ അനാവശ്യമായിട്ട് ഞാൻ കണ്ടത് പറയും. ഇവിടുത്തെ എല്ലാ ജനങ്ങളും നമ്മൾക്ക് തുല്യരാണ്. അതിന് നിങ്ങൾ എന്നെ തെറ്റായിട്ട് ധരിക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരെയും കൈ പരിശോധിക്കണം, മനസ്സ് പരിശോധിക്കണം. എന്നിട്ട് വേണം എന്നോട് പെരുമാറാൻ. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നോക്കണം. അസ്സലാമു അലൈക്കും. അപ്പോൾ മരുന്ന് എൻ്റെ കയ്യിലാണ്, മുൻകൂട്ടി പറയണം. എന്നിട്ട് അതിൻ്റെ ചിലവ് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യുക. നിങ്ങൾ രക്ഷപ്പെട്ടിട്ട് ഇവിടുന്ന് ജോലി ഇറക്കണം, ജോലി ചെയ്യണം. ജോലി എന്ന് പറഞ്ഞാൽ കൊലപാതകമല്ല, അക്രമമല്ല. അതുപോലെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ പല ജോലികളും ചെയ്യുന്നവരുണ്ട്. ആ ജോലിയൊക്കെ ഇവിടെ വേണം. കൂടുതൽ ജോലിയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ വെറുതെ ഇരുന്ന് നോട്ട് ചോട്ടി ഉണ്ടാക്കലല്ല. മനസ്സിലായില്ലേ? പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു മണിസ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോട്ടടിക്കലായിരുന്നു പണി. അതിൻ്റെ ഒരു കേട്ടുകളിയാണ്. കേട്ടുകളി അന്ന് എൻ്റെ നാട്ടിൽ കാറൊന്നുമില്ല. ഇദ്ദേഹത്തിനൊരു കാറുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇന്ന് ഒരു വീട്ടിൽ 50 വണ്ടിയുണ്ട്. ഇവിടേക്ക് നടന്നിട്ട് വന്നതൊന്നുമല്ല. നമ്മുടെ സാങ്കേതിക വിദ്യ, മനസ്സിലായില്ലേ? നമ്മൾ കൊലപാതകം ചെയ്യാനും ആസൂത്രണം ചെയ്യാനും അല്ല ചെയ്യേണ്ടത്. നമ്മളുടെ വികസന കാര്യങ്ങളിൽ ഇറങ്ങണം. നിങ്ങൾ ആരാവട്ടെ, നിങ്ങളുടെ ജോലി എന്താവട്ടെ, മയക്കുമരുന്ന്, മദ്യം, കളവ്, കൊലപാതകം, ലോട്ടറി, ഇതിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. അസ്സലാമു അലൈക്കും.